ഇന്നത്തെ യുവർ സൺഡേയിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന കഥ കൊക്കിന്റെയും ഞണ്ടിന്റെയും കഥ. കണ്ടോളൂ. എന്തിനാണ് നിങ്ങൾ ഈ പാവത്തിനെ നശിപ്പിക്കുന്നത്? ഇവിടെ അമ്മാവാ, അങ്ങ് എന്തിനാണ് മീനുകളെയും തവളകളെയും പിടിക്കാതെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വിഷമിച്ച് കരയുന്നത്? ഇത്രയും കാലം ഞാൻ ഈ കൊച്ചു പ്രാണികളെ പിടിച്ചു തിന്ന് ഒരുപാട് പാപം ചെയ്തു. അതിന്റെ പ്രായച്ചിത്തമായി ഞാൻ ഉപവസിച്ച് മരിക്കാൻ തന്നെ തീരുമാനിച്ചു. അതാണ് അടുത്ത് വരുന്ന മത്സ്യങ്ങളെ പോലും പിടിച്ചു തിന്നാൻ പറ്റാത്തത്. എന്താ മാവാ ഇപ്പോ പെട്ടെന്നൊരു മനംമാറ്റം? അതെ, ഞാൻ ഈ കുളക്കരയിൽ തന്നെയാണ് ജനിച്ചു വളർന്നത്. പക്ഷേ ഇനി 12 കൊല്ലത്തേക്ക് മഴ ഉണ്ടാവില്ലെന്ന് കേട്ടപ്പോ എനിക്ക് ദുഃഖം സഹിക്കാൻ വയ്യാതായി. 12 കൊല്ലത്തേക്കോ മഴ ഉണ്ടായില്ലെന്നോ? അമ്മാവാ, അമ്മാവിനോട് ഇത് ആരാ പറഞ്ഞത്? അത് എന്റെ കൂട്ടുകാരനായ ഒരു ജ്യോത്സ്യനുണ്ട്. അദ്ദേഹമാണ് പറഞ്ഞത്. ഗ്രഹനില അങ്ങനെയാണെന്ന്. ഇപ്പോൾ തന്നെ ഈ കുളത്തിൽ അധികം വെള്ളമില്ല. മഴ പെയ്തില്ലെങ്കിൽ ഇപ്പോഴുള്ള വെള്ളവും പറ്റും. വെള്ളം പറ്റിയാൽ എന്റെ ഒപ്പം കളിച്ചു വളർന്ന കൂട്ടുകാരെല്ലാം നശിച്ചു പോകില്ലേ? എനിക്ക് അവരെ വേർപിരിയുന്ന കാര്യം ആലോചിക്കാൻ തന്നെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ വ്രതമെടുത്ത് മരിക്കാമെന്ന് തീരുമാനിച്ചത്. പിന്നെ അപ്പുറത്തുള്ള മുതല, ആമ തുടങ്ങിയവർ അവരെ ബന്ധുക്കളെയും മറ്റു ജലജീവികളെയും ചെറിയ കുളങ്ങളിൽ നിന്നും വലിയ കുളങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ കുളത്തിലെ ജലജീവികൾ ഇതൊന്നും അറിയാതെയും ആലോചിക്കാതെയും ഇരിക്കുന്നതാണ് എനിക്ക് വലിയ സങ്കടം. അങ്ങനെ ഇതൊക്കെ കേട്ട് ഞെട്ടി ഞണ്ട് അവന്റെ സുഹൃത്തുക്കളായ ജലജീവികളെ അറിയിക്കാൻ വേണ്ടി പോയി. ജലജീവികളൊക്കെ ഈ വിവരം അറിയിച്ചപ്പോഴേ അവരൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. അവര് വിഷമിച്ചു പോയി. എന്തായാലും ലോകം കണ്ടിട്ടുള്ള കൊക്കിന്റെ അടുത്ത് തന്നെ പോയി ഇതിനുള്ള പരിഹാരം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് എല്ലാരും കൊക്കിന്റെ അടുത്തോട്ടേക്ക് പോയി. അമ്മാവാ, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വെള്ളമില്ലാതെ ഞങ്ങൾ ചത്തുപോകും അമ്മാവാ. അമ്മ തന്നെ ഇതിനൊരു വഴി കണ്ടെത്തണം. നിങ്ങൾ തന്നെ ഒരു പരിഹാരം കണ്ടെത്തിയാ മതി. ഇല്ല, അമ്മാവൻ തന്നെ പറയണം. ഇവിടെ നിന്ന് അധികം ദൂരത്തല്ലാതെ ഒരു താമര കുളമുണ്ട്. അവിടെ എത്ര കാലം മഴ പെയ്യാതിരുന്നാലും അത് വറ്റുകയില്ല. ഒരു കാര്യം പറയാ, നിങ്ങൾ എന്റെ പുറത്ത് കയറി ഇരുന്നാൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം. മഞ്ഞക്കിളി നീ കേറിക്കോ. മഞ്ഞക്കിളി നീ കേറിക്കോ. സൂക്ഷിച്ച് കയറണേ. നീ സൂക്ഷിച്ചോ.
കൊക്കിന്റെ പുറത്ത് കയറി ദൂരെ അല്ലാതെ ഒരു പാറപ്പുറത്ത് കൊക്കിവരെയൊക്കെ കൊണ്ടുപോയി തിന്നു. എന്നിട്ട് ഈ കൊക്ക് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? തിരിച്ചു വന്ന് വലിയ കുളത്തിലെ വിശേഷമൊക്കെ പറഞ്ഞ് ഇവരെ സന്തോഷിപ്പിച്ചു. ആ പക്ഷെ നമ്മുടെ ഞണ്ടനുണ്ടല്ലോ, ഞണ്ട്, അവൻ ഒരു ചെറിയ സംശയം. കുറച്ച് ദിവസമായി കണ്ടു തുടങ്ങിയിട്ട് ഈ കിളവനായ ശോഷിച്ചിരുന്ന് ഈ കൊക്ക് എങ്ങനെയാണ് തടിച്ചു കൊഴുത്തെന്ന് അത് കണ്ടുപിടിച്ച് തന്നെ മതിയാകൂ. മറ്റുള്ളവരെല്ലാം താമരക്കുളത്തേക്ക് കൊണ്ടുപോയിട്ട് എന്റെ മാത്രം എന്താ മറന്നു കളഞ്ഞത്? നമ്മളെല്ലാം ഇക്കാര്യം ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. എന്റെ ജീവന് അത് കൊള്ളാം. മത്സ്യം തിന്ന് എനിക്ക് മടുത്തു. ഇപ്പോ രണ്ടിറച്ചി കിട്ടിയതൊക്കെ അതൊരു രസം തന്നെ. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്നാൽ നീ എന്റെ പുറത്തേക്ക് കയറിക്കോ. ശരി 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 ശരി. ഒരു കൊക്കിന്റെ മുകളിൽ കയറി. അങ്ങനെ പോകുന്ന വഴിക്ക് എന്തൊരു കാഴ്ച കണ്ടു. എന്താണ് കണ്ടതെന്നറിയാമോ? അവിടെ ഒരു പാറപ്പുറത്ത് കുറെ മീൻമുള്ളുകൾ. ഞണ്ടിന് കാര്യം പിടികിട്ടി. ഈ താമരക്കുളത്തിലേക്ക് ഇനി എത്ര ദൂരം ഉണ്ട് അമ്മാവ? എടാ മണ്ടൻ ഞണ്ട്, അവിടെ താമരയും ഇല്ല, കുളവും ഇല്ല. നിനക്കിനി ഏതെങ്കിലും ദൈവങ്ങളെ വിളിക്കണമെങ്കിൽ വിളിച്ചോ. നിന്നെ ഞാൻ കൊന്ന് തിന്നാൻ പോവുകയാ. എടോ ഞണ്ടേ, നീ എന്താ തിരിച്ചു വന്നത്? ഞങ്ങളൊക്കെ പോവാൻ ഒരുങ്ങി നിൽക്കുകയാ. അമ്മാവനെന്താ വരാത്ത ഞണ്ട്? ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ എല്ലാവരും ആ കള്ള കൊക്കിനെ വിശ്വസിച്ചു, അവന്റെ നുണ കേട്ടു. അവനെ ഇവിടെ നിന്നും കൊണ്ടുപോയവരെയൊക്കെ ദൂരത്തല്ലാത്ത ഒരു കയ്യിൽ വെച്ച് തിന്നുകയായിരുന്നു കൂട്ടുകാരെ. ഞാൻ ഒരു സൂത്രം മനസ്സിലാക്കി, അവന്റെ കഴുത്തിന് എരിച്ച് കൊന്നു. ഇനി നമുക്ക് പേടിക്കേണ്ട കാര്യമേ ഇല്ല. എത്ര കാലം വേണമെങ്കിലും ഈ കുളത്തിൽ സന്തോഷത്തോടെ ജീവിക്കാം. കണ്ടില്ലേ ഞണ്ടിന്റെയും കൊക്കിന്റെയും കഥ? കണ്ടോ, ബുദ്ധിയുള്ളത് കൊണ്ട് രണ്ട് രക്ഷപ്പെട്ടു. ഉപായം അറിയുന്നവനെ ശുരന് പോലും ഒന്നും ചെയ്യാൻ പറ്റൂല. ആ വരൂ കൂട്ടുകാരെ.
ഷാജഹാൻ. ഈ അവതരണത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച അഭിനയിലെ അജയകുമാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അഭിനയിലെ ഭാരവാഹികളോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയും തുടർന്നുള്ള ആഴ്ചകളിൽ ചെറിയ പാവനാടകങ്ങളോ മറ്റ് ലഘുനാടകങ്ങളുമായി പിന്നെയും എത്തുന്നതാണ്. നാടൻ പാട്ട് തുടരും.